നമസ്കാരം, വിനിയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കാടൻ മാങ്ങാപ്പെരുക്ക്. ഇത് പാലക്കാടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. പ്രത്യേകിച്ചിട്ട് മുളകൂട്ടൽ എന്ന് പറയുന്ന ഒരു കറിയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്യാറുള്ളത്. പക്ഷെ ഇതല്ലാതെയും വെള്ളം പോലെ എന്താണ് പറയാ മാങ്ങാപ്പെരുക്ക് വെക്കാറുണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. ദോശയുടെ കൂടെ, ഇഡ്ലിയുടെ കൂടെയൊക്കെ സൂപ്പർ ആയിരിക്കും. ഓക്കെ, ഇതിന് അധികം എന്താ പറയാ കാട്ടിക്കൂട്ടലൊന്നും ഇല്ല. പെട്ടെന്നാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. ചിലവര് ഇതിനെ പച്ചയ്ക്ക് തന്നെയാണ് ചെയ്യുക, നോ കുക്കിംഗ് അറ്റ് ഓൾ. നേരെ മറിച്ച് എൻ്റെ ഈ ഒരു പ്രൊസീജിയറിൽ ലേശം ഒരു പൊടിക്ക് നമ്മൾ ഇതിനെ ഒരു എടുക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ജാസ്തി ഒന്നുമില്ല. ഉണ്ടാക്കി നോക്കുക, ചൂട് ചോറിന്റെ കൂടെ അടിപൊളിയാട്ടോ. അപ്പോൾ ഇങ്ങനെ മാങ്ങ എടുക്കുക. അത് ചെനഞ്ഞതായാലും ശരി, പഴുത്തതായാലും ശരി. പഴുത്തത് അത്രയ്ക്ക് ശരിയാവില്ല, പച്ചയായിട്ടുള്ളതാണെങ്കിലും ഓക്കെ ആണ് കേട്ടോളൂ. എന്നിട്ട് നമ്മള് ലേശം, അതായത് ഈ തൊലി ഉണ്ട് എന്നാലില്ല എന്നുള്ള മട്ടിൽ തൊലി ചെത്തണേ. ലേശം തൊലി ഇങ്ങനെ കാണുന്ന പോലെ അവിടെ ചെത്തിയാൽ മതി. ഒരുപാടൊന്നും ചെത്തിക്കളയണ്ട. ആ മാങ്ങ തൊലിയോട് കൂടിയിട്ട് അരയുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇതൊക്കെ പണ്ടത്തെ കാരണവന്മാരൊക്കെ കഞ്ഞിയുടെ ഒപ്പമൊക്കെ കഴിച്ചിരുന്ന സംഭവമാണ്. മാങ്ങാപ്പെരുക്ക് എന്നാണ് ഞങ്ങളൊക്കെ പറയുക. ഒരു ചട്നി പോലെ തോന്നും കാണാനൊക്കെ, ലൈക്ക് ഒരു ഇൻസ്റ്റന്റ് പിക്കിൾ എന്ന് വേണമെങ്കിൽ പറയാട്ടുള്ളൂ. പക്ഷേ ഒരു ഒഴിച്ചുകറിയാണ് താനും. ചിലവര് സൈഡ് കോമ്പിനേഷൻ ആയിട്ടാണ് വെക്കുക. ബൈ ദ വേ, എൻ്റെ മാങ്ങ എത്രത്തോളം പുളിയുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യട്ടെ. കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി കിട്ടിയാൽ ഇപ്പം കഴിക്കായിരുന്നു. മാങ്ങാപ്പെരുക്ക് പിന്നാക്കിയാലോ, എന്താ രുചി! നല്ല മാങ്ങ കേട്ടോ, വിചാരിച്ചേ ഇല്ലേ എത്ര നല്ല മാങ്ങയാണെന്ന്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ എടുത്തു. ഈ ഒരു സംഭവമൊക്കെ ഇരിക്കട്ടെ. ഇനി ഇതിനെ ചെറിയ പീസാക്കിയിട്ട് വെക്കുക. ഇപ്പുറത്ത് ഞാൻ തേങ്ങ ആസ് യൂഷ്വൽ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുക്കണോണ്ട് കുറച്ച് ചുടുവെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വറമുളക് ഇടാം, പച്ചമുളക് ഇടാം. ഓക്കെ, ചോയ്സ് ഇസ് യോഴ്സ്. വറമുളക് ഇട്ടാൽ കുറച്ച് കളർ വ്യത്യാസം വരും, പച്ചമുളക് ഇട്ടാൽ വെള്ള കളറിലായിരിക്കും. ഞാൻ വറമുളകാണ് ഇടാൻ പോണത്. ലേശം കടുകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മളിതിനെ പേസ്റ്റ് പോലെ അരച്ചെടുക്കും. എന്തിൽ അരച്ചെടുക്കും? തൈരിൽ അരച്ചെടുക്കും. ഓക്കെ, എങ്ങനെ? ആദ്യം പേസ്റ്റ് പോലെ ആക്കുക. എന്നതിന് ശേഷം നമ്മൾ മാങ്ങയിടുക. മാങ്ങയിട്ടിട്ട് ഒന്ന് തിരിക്കുക. തിരിച്ചതിന് ശേഷം വീണ്ടും തൈര് ഒഴിക്കുന്നു. പേസ്റ്റ് പോലെ, നല്ല പേസ്റ്റ് പോലെ ആവരുത്, ലേശം ഒന്ന് തിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ വറുത്തിടുന്നു. കാണിച്ചു തരാട്ടുള്ളൂ. തേങ്ങ, വറമുളക്, കടുക് ആൻഡ് കറിവേപ്പില. അപ്പോൾ ഏകദേശം ലേശം അരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ മാങ്ങയിട്ട് കൊടുക്കണം. മാങ്ങ ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുക കേട്ടോ. ഇതാ, ഇതെല്ലാം ഇടുക. എന്നിട്ട് ഇങ്ങനെ പൾസ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. അതൊന്ന് ചേരണം. നന്നായിട്ട് ഒന്ന് ഇളക്കുക. ഇനി നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. വലിയ സ്പൂണിന്, വലിയ കയ്യിലിന് ഒരു കയ്യില് തൈര് ഇതിലേക്ക് ഇടുക. ഞാൻ ഏകദേശം 2.5 കയ്യിലോളം ഇട്ടിട്ടുണ്ട്. ഇനി ഒഴിച്ചുകറി ആയതുകൊണ്ട് ഇളക്കുക. എന്നിട്ട് നന്നായിട്ട് അരയ്ക്കുക.
ഓക്കെ, പേസ്റ്റ് ആവരുത്, സെമി. അപ്പൊ അരച്ചു കഴിഞ്ഞിട്ട് ചട്ടി വെക്കുക, കടുകിടുക, വറമുളക്, കറിവേപ്പില, ഗ്യാസ് ഓഫ് ചെയ്തു. അരപ്പ് കണ്ടോ, നിങ്ങൾ ഒഴിച്ചുകറി അല്ലാന്നുണ്ടെങ്കിൽ ഈ അരപ്പ് ഇത്ര ലൂസ് ആക്കണം എന്നില്ല, പേസ്റ്റ് ആക്കണം എന്നില്ല കേട്ടോ. എന്നിട്ട് ഉപ്പിട്ടിട്ടില്ല, വേണ്ട ഉപ്പിടുക. നോക്കട്ടെ എങ്ങനെ, ഇത്രേ പാടുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ചെയ്യുന്ന ഒരു ചട്നി. മാങ്ങ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന, പച്ചമാങ്ങ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ചട്നി. ഓഹോ, അടിപൊളി, എല്ലാം പെർഫെക്റ്റ്, എവറിത്തിങ് ഇസ് പെർഫെക്റ്റ്. കഴിഞ്ഞു, നമ്മുടെ മാങ്ങാപ്പെരുക്ക് റെഡിയായി. ചോറിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ.